സാൻഡിയോ മാർട്ടിൻ്റെ പേര് കേരള സമൂഹത്തിൽ ആദ്യമായി കേട്ട എപ്പോഴാണെന്നറിയാവോ? 10-15 വർഷം മുമ്പ് നമ്മളൊന്ന് വന്ന് 2 കോടി ഉറുപ്പ്യ ദേശാഭിമാനിക്ക് സംഭാവന സാൻഡിയോ മാർട്ടിൻ കൊടുത്തു. 2 കോടി ഉറുപ്പ്യ. 15 വർഷം, ഇന്നത്തെ 100 കോടിന്റെ വിലയാ. അന്നാണ് നമ്മൾ സാൻഡിയോ മാർട്ടിൻ ആദ്യമായി കേട്ടെ. അപ്പൊ ആദ്യമായിട്ട് അഴിമതി നടത്തി സാന്റിയാഗോ മാർട്ടിൻ 2 കോടി രൂപ ദേശാഭിമാനി പത്രത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അഴിമതി. എന്തിനു കൊടുക്കണം പത്രത്തിന്? അപ്പൊ അത് സൂചിപ്പിച്ചു. പിന്നെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിച്ചു. ഇലക്ട്രൽ ബോണ്ടിൽ എന്താ അഴിമതി? ഇലക്ട്രൽ ബോണ്ട് 2017 പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിലാ. അതെല്ലാം സുതാര്യല്ലേ? ആര് പണം കൊടുത്തു, ഏത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചു എന്നുള്ള കാര്യം വളരെ കൃത്യമായി. മാത്രമല്ല 6000 കോടി ഒരു മിനിറ്റ് അവിടെ ചോദിച്ചതിന് മറുപടി പറയട്ടെ. 6000 കോടി BJP ഇലക്ട്രൽ ബോണ്ട് വഴി സംഭരിച്ച സമയത്ത് ബാക്കി 14,000 കോടി ഈ ഇന്ത്യ മുന്നണിക്കാരെ സംഭരിച്ചെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. CPM-നെ സംബന്ധിച്ചോളം ഇലക്ഷന് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ആവശ്യമില്ല. കാരണം കരുവണ്ണൂർ ബാങ്കിൽ 500 കോടി കട്ട കാട്ടുവള്ളന്മാർക്ക് ഇതിലൊന്നും ആവശ്യമില്ല മനസ്സിലാക്കണം. 12,000 അംഗങ്ങളിലെ പാവപ്പെട്ടവന്റെ 500 കോടി കട്ടിട്ടാണ് ഇവിടെ വന്ന് നിയമാനുസൃതമായ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ഇന്നും അതിനെ കുറിച്ച് കേസുണ്ട്. CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 5 കോടി ഉറുപ്പ്യ ഈ ഇലക്ഷൻ സമയത്ത് 1 കോടി രൂപ അനധികൃതമായി പിൻവലിച്ചിരിക്കുന്നു. 25 വ്യാജ അക്കൗണ്ടുകളുണ്ടെന്ന് ആദായനിധി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരാണ് സുതാര്യമായ ഇലക്ട്രൽ ബോണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ കരുവണ്ണൂർ ബാങ്കിന്ന് കട്ട 500 കോടി രൂപ സാധാരണക്കാരന് തിരിച്ചു കൊടുക്കുക. എത്ര പേര് ആത്മഹത്യ ചെയ്തു, എത്ര പേര് അവിടുന്ന് മരിച്ചു, ചികിത്സ കിട്ടാതെ മരിച്ചില്ലേ? അപ്പൊ 500 കോടി രൂപ CPM കട്ട 500 കോടി രൂപ കരുവണ്ണൂരിന്ന് കട്ട 500 കോടി രൂപ ആദ്യം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് മതി സുതാര്യമായ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മതനിരപേക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് ഓർമ്മയിലെ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് നാദാപുരത്ത് MLA കണാരൻ MLA അദ്ദേഹത്തിന്റെ കാറിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ്, അങ്ങനെ കല്ലെറിഞ്ഞില്ലായിരുന്നു. 6ഓളം മുസ്ലിങ്ങളെ അന്ന് കൊല ചെയ്ത തെരുവീതികളിൽ 6ഓളം മുസ്ലിങ്ങളെ. മാറാട് കൊലക്കേസിൽ 28ഓളം CPM-മാര് പ്രതികളാ. അപ്പൊ എന്താ ആരാ ഇത് ചെയ്യുന്നത്? ആരാ മതനിരപേക്ഷ ലംഘിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് വലിയ ന്യായങ്ങളൊന്നും വേണ്ട. പിന്നെ കണ്ണൂർ കൊല ചെയ്യപ്പെട്ട അരിയൽ ഷക്കൂറൊക്കെ ആരാന്ന് നമുക്കറിയാം, എങ്ങനെയാ കൊല ചെയ്തെന്ന് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു പെട്രോളിന്റെ വില 2014 46 രൂപയുള്ളത്. ഇന്ന് പെട്രോളിന്റെ വില കാലാനുസൃതമായ വർധന എല്ലാത്തിനുണ്ടായിട്ടുണ്ടല്ലോ. കാലാനുസൃതമായ വർധന ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായ വർധനവ് 50 രൂപ ഞാൻ പറയട്ടെ. അവിടെ ഇരിക്കും എല്ലാ യോഗത്തിലും വന്ന് കച്ചറ ഉണ്ടാക്കാനായിട്ട്. അജിത്തെ മൈക്ക് വാങ്ങും, മൈക്കിൽ സംസാരിക്കാൻ സമ്മതിക്കരുത്. മൈക്ക് അങ്ങനെ കൊടുത്തിട്ട് പോയിരുന്നു. ഏത് ചർച്ച എടുക്കുമ്പോൾ അലമ്പാക്കാൻ വരുന്ന പ്ലീസ് മൈക്കിൽ സംസാരിക്കരുത്. പറയാൻ ആളുണ്ട് അദ്ദേഹം പറയും. നിങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഏത് ചർച്ച വന്ന് അലമ്പാക്ക കേൾക്കുന്നേ നിങ്ങൾക്ക് മറുപടി അറിയാം. അതെ മാഷുണ്ട്. മാഷ് പറയും മറുപടി. 500 കോടി കട്ടാനെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. സാന്റിയാഗോ മാർട്ടിൻ 2 കോടി വാങ്ങിയതിനെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. നാദാപുരത്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാരെ കുറിച്ച് മാഷ് പറയട്ടെ മറുപടി. പിന്നെ 2014 ഗ്യാസിന് 416 രൂപ ആരാ പറയാം? ഒന്ന് കാണിക്ക്, ഗൂഗിൾ അടിച്ച് കാണിക്ക്. 900 ചില ഉറുപ്പ്യ ഉണ്ടെന്ന്. കാലാനുസൃതമായ വർധന ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായ വർധന. പിന്നെ പെട്രോൾ ഡൈക്ക് പെട്രോൾ അവിടെ ഇരിക്കും മിസ്റ്റർ. ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ. അവിടെ മറുപടി പറയട്ടെ. ചോദ്യത്തിന് മറുപടി പറയാൻ അനുവദിക്കണം പ്ലീസ്. പെട്രോളിന് കാലാനുസൃതമായ വർധനമുണ്ട്. നരേന്ദ്രമോദി എന്നെ പറഞ്ഞല്ലോ. ആ പെട്രോളിനെ സെസ് ഉപയോഗിച്ചാണ് ഈ രാജ്യത്തെ വികസന പ്രവർത്തനം നടന്നത്. പിന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പെട്രോളിനേക്കാൾ ഇവിടെ എന്താ വില വർധനവ്? ഈ പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചില്ലേ 2 രൂപ വെച്ചിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? പെൻഷൻകാർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. 600 കോടി സംഭരിച്ചു. പെൻഷൻകാർക്ക് കൊടുത്തോ? അതിലും കൈയിട്ട് വാരിയില്ലേ? 2 രൂപ പെട്രോളിന് അധികം കേരളത്തില്. കർണാടകയേക്കാൾ, തമിഴ്നാടിനേക്കാൾ, മാഹി പോയാ 16 രൂപ കുറച്ച് കിട്ടുമല്ലോ. എന്താ കാര്യം? അപ്പൊ പെട്രോളിന്റെ വില വർധനയെ കുറിച്ച് ചോദിക്കേണ്ട CPM നേതാവിനോടാ. ഏറ്റവും കൂടുതൽ ആ രീതിയിലാണ് എനിക്ക് മറുപടി പറയാനുള്ളത്.